ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. സിനിമയിലും ജീവിതത്തിലും എന്നും ശ്രീനിവാസന്റെ താങ്ങും തണലുമായിരുന്നു ഭാര്യ വിമല. അധ്യാപകനായി ജോലി ചെയ്തിരുന്ന സമയത്താണ് ശ്രീനിവാസൻ വിമലയെ ആദ്യമായി കാണുന്നത്. ബിരുദ പഠനത്തിന് ശേഷം വരുമാനത്തിനായി ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് ശ്രീനിവാസൻ പഠിപ്പിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് അദ്ദേഹം വിമലയെ കാണുന്നത്. അന്ന് നിർമ്മലഗിരി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു വിമല. എന്നും വിമലയെ കാണുമ്പോൾ ബസിന്റെ സമയം എപ്പോഴാണ്, പഠനം എങ്ങനെ പോകുന്നു എന്നെല്ലാം ശ്രീനിവാസൻ ചോദിക്കും. ഒറ്റ വാക്കിലായിരിക്കും വിമലയുടെ ഉത്തരം. പിന്നീട് ആ കൂടിക്കാഴ്ച പ്രണയത്തിലേക്ക് വളർന്നു. എന്നാൽ വീട്ടിലെ സാഹചര്യം കൊണ്ട് വിവാഹം എന്നതിനെക്കുറിച്ച് ശ്രീനിവാസൻ ചിന്തിക്കാനാകുമായിരുന്നില്ല. ആ സമയത്താണ് അഡാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസന് ഒരു കോഴ്സ് പഠിക്കാനുള്ള അവസരം വരുന്നത്. ചെന്നൈയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്റർവ്യൂ പാസ്സാകാൻ പ്രാർത്ഥിക്കണമെന്ന് വിമലയോട് പറഞ്ഞു. അടയാറിൽ സിനിമാ പഠനം തുടങ്ങിയപ്പോൾ ഇരുവരുടെയും ആശയവിനിമയം കത്തിലൂടെയായി. പിന്നീട് വിവാഹത്തിന് 3 ദിവസം മുമ്പാണ് ശ്രീനിവാസൻ നാട്ടിലെത്തുന്നത്. അന്ന് ഒരു സുഹൃത്തിനോടൊപ്പം വന്ന് വെള്ളിയാഴ്ചയാണ് വിവാഹമെന്ന് വിമലയോട് പറയുകയായിരുന്നു. ഒരു കഥ ഒരു നുണക്കഥ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വച്ചാണ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. അന്ന് ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടെയായിരുന്ന നടൻ ഇന്നസെന്റിന്റെ കയ്യിൽ നിന്ന് 400 രൂപ വാങ്ങി. അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം. വിമലയ്ക്ക് വേണ്ട സാരിയും മറ്റും വാങ്ങിയത് ആ പൈസ കൊണ്ടാണ്. എന്നാൽ വിവാഹത്തിന് സ്വർണമാലയും താലിയും വേണമെന്ന് അമ്മ പറഞ്ഞതോടെ എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയായി. ആ സമയത്താണ് കണ്ണൂരിൽ മമ്മൂട്ടി നായകനാകുന്ന അതിരാത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് എന്ന് ശ്രീനിവാസൻ അറിഞ്ഞത്. മമ്മൂട്ടി താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി. നാളെ എൻ്റെ വിവാഹമാണ്, എനിക്കൊരു 2000 രൂപ വേണം എന്ന് ശ്രീനിവാസൻ മമ്മൂട്ടിയോട് പറഞ്ഞു. ആരെയും വിളിക്കുന്നില്ല എന്നും അറിയിച്ചു. ഉടനെ മമ്മൂട്ടി 2000 രൂപ എടുത്തു കൊടുത്തു. എന്നിട്ട് കല്യാണത്തിന് വരും എന്നും പറഞ്ഞു. അങ്ങനെ വരരുത്, വിവാഹം മുടങ്ങും എന്നായിരുന്നു ശ്രീനിവാസന്റെ മറുപടി. പക്ഷേ ഉറപ്പായും വരുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. ആരെയും അറിയിക്കാതെ രജിസ്റ്റർ വിവാഹമാണ് നടത്തുന്നത്. എന്നെ അവിടെ ആർക്കും അറിയില്ല. എന്നാൽ താങ്കൾ അതുപോലെയല്ല, വലിയൊരു താരമാണ്. വിവാഹത്തിന് നിങ്ങൾ വന്നാൽ വിവാഹം എല്ലാവരും അറിയും, അതുകൊണ്ട് വരരുത് എന്ന് ശ്രീനിവാസൻ പറഞ്ഞു. ഒടുവിൽ വരില്ല എന്ന് മമ്മൂട്ടി സമ്മതിച്ചു. അങ്ങനെയാണ് മമ്മൂട്ടി കൊടുത്ത ആ 2000 രൂപ കൊണ്ട് താലി വാങ്ങി വിമലയെ ശ്രീനിവാസൻ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.